ഇസ്രായേലിൽ മലയാളി വെടിയേറ്റ് കൊല്ലപ്പെട്ടു. തുമ്പ സ്വദേശി ഗബ്രിയേലാണ് മരിച്ചത്. വെടിയേറ്റ മറ്റൊരാൾ തിരികെ നാട്ടിലെത്തി എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് തൊഴിൽ തേടി ഇസ്രായേലിലേക്ക് പോയ 4 പേർ അവിടെ അപകടത്തിൽപ്പെട്ടു. അവർക്ക് അവിടെ വലിയ ബുദ്ധിമുട്ടുണ്ടായി. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത അത്ര ആശ്വാസമല്ല, നമുക്ക് ആശങ്ക നൽകുന്നതാണ്. ഒരു അറിയിപ്പായി വരുന്നത് ഒരാൾക്ക് അവിടെ ജീവൻ നഷ്ടമായി എന്നൊരു വിവരം വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ പോയതിൽ തിരുവനന്തപുരം മേനംകുളം സ്വദേശി എഡിസൺ ഉണ്ട്. എഡിസനാണ് നമുക്കൊപ്പം ചേരുന്നത്. എഡിസന് കാലിൽ വെടിയേറ്റിട്ടുണ്ട്. അങ്ങനെ വളരെ ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അവിടുന്ന് നമുക്ക് ലഭിക്കുന്നത്. എഡിസൺ, ഇവിടുന്ന് എന്ത് കാര്യത്തിനാണ് അവിടേക്ക് പോയത്? നമ്മൾ തൊഴിൽ തേടി പോയതാണ്. നമ്മളെ നിന്ന് കൊണ്ടുപോയതാണ്. തൊഴിൽ തേടി ഇങ്ങനെ കൂടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ്. ആരൊക്കെയായിരുന്നു ഇവിടുന്ന് പോയത്? ആരൊക്കെയാണ്? നമ്മൾ ഇവിടെ നിന്ന് 4 പേരാണ് പോയത്. ഞാനും എൻ്റെ അളിയനും വേറെ 2 പേര്. എന്ത് ജോലിക്കായിരുന്നു? ജോലി അവിടെ ജോലി വാങ്ങിച്ചു പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. എന്ത് ജോലിയാണെന്നൊന്നും പറഞ്ഞില്ല. എന്ത് ജോലി ചെയ്യാനുള്ള ഇതിലാണ് നമ്മൾ പോയത്. ഏതെങ്കിലും ഏജൻസി വഴിയാണോ പോയത്? അതെനിക്കറിയില്ല. എന്നെ കൊണ്ടുപോയത് അളിയനാണ്. കൊണ്ടുപോയ ആളിനെ അറിയാം. കൊണ്ടുപോയ ആളിനെ അറിയാം. എന്തെങ്കിലും കാശ് അങ്ങനെ വിസയ്ക്ക് അങ്ങനെ എന്തെങ്കിലും പൈസ കൊടുത്തായിരുന്നു. നമ്മൾ 2 ലക്ഷം രൂപ കൊടുത്തായിരുന്നു. എവിടെയാ നിങ്ങൾ ആദ്യം ഇവിടുന്ന് എവിടെ പോയി? നമ്മളിവിടെ നിന്ന് ജോർദാനിൽ പോയി. ജോർദാനിൽ നിന്ന് പിന്നെ ഇസ്രായേലിലേക്ക് പോവുമായിരുന്നു. അതെ, കയറ്റി വിടുകയായിരുന്നു. അങ്ങോട്ട് പോകാൻ അവിടെ അതിർത്തി മേഖലയാണല്ലോ. അപ്പൊ എനിക്ക് സാറേ ഇപ്പൊ ഞാൻ അതൊക്കെ പറയേണ്ട മാനസികാവസ്ഥയിലില്ല. നിങ്ങൾ പോകുമ്പോ എന്താ ഫയറിംഗ് ഉണ്ടായോ? വെടിവെപ്പ് ഉണ്ടായോ? അതൊന്നും എനിക്ക് പറയേണ്ട മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. ഈ 4 പേര് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നോ? അല്ല, പ്രത്യേകമാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. ഇവിടെ ഒരു സഹോദരിയുണ്ട്. അവരുടെ ഭർത്താവിനെ കുറിച്ചുള്ള ഒരു വിവരമാണ് നേരത്തെ ഈ സൂചിപ്പിച്ചതുപോലെ വരുന്നത്. ആ കാര്യത്തിൽ കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. ഏതായിരുന്നാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അടിയന്തരമായ നടപടികളാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ വാർത്ത വന്നിട്ടേ ഉള്ളൂ. ഈ വാർത്ത കുടുംബം അറിഞ്ഞിട്ടേ ഉള്ളൂ. എഡിസൺ എപ്പോഴാണ് തിരികെ എത്തിയത് ഇവിടെ? ഞാൻ മിനിഞ്ഞാന്ന് എഡിസൺ തിരികെ എത്തി. പക്ഷെ ഇപ്പോൾ അറിയിപ്പായി. ഇവർക്ക് അവിടെ എന്ത് നടന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ലായിരുന്നു. പക്ഷേ എംബസിയുടെ ഭാഗത്ത് നിന്ന് ഒരു മെയിൽ വരുന്നതോടുകൂടിയാണ് അവിടെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. ഈ കുടുംബം അതിന്റെ ഒരു ആശങ്കയിലാണ്. സ്വാഭാവികമായും നമ്മളിവിടെ എത്തുമ്പോൾ ഈ ബന്ധുക്കളും നാട്ടുകാരും അടക്കം ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ സർക്കാരിന്റെ വലിയ ഇടപെടൽ, അത് പ്രത്യേകിച്ച് ഇവിടെ നിന്നുള്ള എംപിമാർ അടക്കം ഇടപെടേണ്ട ഒരു വിഷയമാണ്. തിരുവനന്തപുരത്തിന്റെ എംപി ആകട്ടെ, അല്ലെങ്കിൽ സുരേഷ് ഗോപി ആകട്ടെ, കേന്ദ്രവുമായി അടുപ്പമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ശക്തമായ ഇടപെടൽ നടത്തണം. അവിടെ ജയിലിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് പോയ ആളുകൾ, അവശേഷിക്കുന്നവർ ഇസ്രായേലിൽ ജയിലിൽ തുടരുകയാണ്. വളരെ ദുഃഖകരമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ഈ വീട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. അരുൺ പാലോടിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. വിനോദ് ചേരുകയാണ്. വിനോദ്, ഇത് ഇവരെങ്ങനെയാണ് അവിടെ എത്തിയതെന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിച്ചില്ല അല്ലേ? എന്തായാലും ദാരുണമായ സംഭവമാണ്. ഒരാൾ കൂടി വെടിയേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. എത്ര പേരാണ് പോയത്? എന്താണ് ഇവർക്ക് സംഭവിച്ചത്? ആരാണ് ഇവരെ വെടിവെച്ചത്? ചിലരൊക്കെ ഇസ്രായേൽ ജയിലിലുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോഴാണ് വിനോദ് പുറത്തുവിടുമ്പോഴാണ് ഈ സംഭവം ലോകം അറിയുന്നതെന്ന് തന്നെ തോന്നുന്നു. തീർച്ചയായും രഞ്ജിത്ത്, അവർ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ല. കഴിഞ്ഞ ദിവസമാണ് എഡിസൺ നാട്ടിലെത്തിയത്. കാലിൽ വെടിയേറ്റിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് കടക്കുമ്പോഴാണ് ഈ ഫയറിംഗ് ഉണ്ടായതെന്ന കാര്യമാണ് അവർ പറയുന്നത്. ജോർദാനിൽ എത്തിക്കുകയും അവിടെ നിന്ന് ഇവരെ ഇസ്രായേലിലേക്ക് കടത്തിവിടുകയും ചെയ്യുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ എഡിസൺ പറയുന്നത്. അദ്ദേഹം കൂടുതൽ പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല എന്നാണ് വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തന്നെ ബന്ധുവാണ്. സഹോദരിയുടെ ഭർത്താവ് ഗബ്രിയേൽ അവിടെ വെടിയേറ്റ് മരിച്ചു എന്ന വിവരം കൂടി ലഭിക്കുന്നുണ്ട്. തുമ്പ സ്വദേശിയാണ്. ഇവർ 4 പേർ ഇവിടെ നിന്ന് പോയി എന്ന് പറയുന്നു. ശ്രീലങ്കയിൽ നിന്നുള്ള ആൾക്കാരും ഈ സംഘത്തിൽ ഉണ്ടായിരുന്നതായ വിവരമാണ്. ഏതായിരുന്നാലും 4 പേർ തിരുവനന്തപുരത്ത് നിന്ന് പോയ ആളുകളാണ്. ഇതിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് വരുന്നത്. എംബസിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം അറിയിപ്പ് വന്നു, ഒരു മെയിൽ വന്നു. ഇതിലാണ് ഇത്തരം ഈ ഒരു കാര്യമുള്ളതെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം പ്രാഥമികമായി തേടിയിട്ടുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ ഈ വെടിയേറ്റ ആൾ നാട്ടിലെത്തിയിട്ടുണ്ട്. കൂടുതൽ ഇടപെടൽ, സർക്കാരിന്റെ ഇടപെടൽ, സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഇടപെടൽ ഇവർ ആവശ്യപ്പെടുന്നു. ജയിലിൽ കിടക്കുന്നവരെ നാട്ടിലെത്തിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നൊരാവശ്യമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ
ഇവരെ കൊണ്ടുപോയത് ഈ പ്രദേശവാസിയായ ഒരാളാണ് എന്ന കാര്യമാണ് പറയുന്നത്. ഇവർ ഈ തൊഴിൽ തേടി പോയതാണ് ഇസ്രായേലിലേക്ക്. തൊഴിൽ അതിന് വിസയ്ക്ക് പണം നൽകി എന്ന കാര്യം കൂടി അവർ പറയുന്നുണ്ട്. ആ നിലയ്ക്ക് ഇവരെ ഇവിടെ നിന്ന് കൊണ്ടുപോയതാണ്. ഏതായിരുന്നാലും ഇതിൽ വിശദമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരമാണ് ഒരാൾ അവിടെ വെടിയേറ്റു മരിച്ചു എന്നത്. രഞ്ജിത്ത്, ഈ മറ്റെത്ര പേർ ഇവിടെ നിന്ന് പോയി ഇവരെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ എംബസിയുടെയും മറ്റും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടോ? അത്രയും ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? ഈ തുമ്പ സ്വദേശിയാണ്. കൂടുതൽ ആളുകൾ ഇത്തരം പ്രലോഭനങ്ങളിൽ ഇസ്രായേലിലേക്ക് കടക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വിനോദ്? രഞ്ജിത്ത്, ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇസ്രായേലിലെ ഈ ഒരു കൂലി അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന ഒരു വേതനം തന്നെയാണ് പലപ്പോഴും ഇങ്ങനെ ആളുകളെ ആകർഷിച്ച് അവിടേക്ക് എത്തിക്കുന്നത്. നേരത്തെ നമുക്ക് അറിയാം, സർക്കാരിന്റെ ഒരു സംവിധാനത്തിൽ കർഷകരെ യാത്ര കൊണ്ടുപോയ സംഭവമുണ്ടായി. അന്ന് ആലപ്പുഴയിലെ ഒരു കർഷകനായി ആ സംഘത്തിലുണ്ടായിരുന്ന ഒരു കർഷകൻ അവിടെ മുങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായി. പിന്നീട് അദ്ദേഹം തന്നെ തിരിച്ചു വരാനുള്ള ഒരു സന്നദ്ധ കാണിക്കുകയും ചെയ്തു. അന്ന് ഈ കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് അന്നൊരു യാത്ര ഇസ്രായേലിലേക്ക് നടത്തിയത്. അവിടെ എത്തുകയും ആ സംഘത്തിലെ ഒരു കർഷകൻ തന്നെ അവിടേക്ക് ചാടിപ്പോവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും ഇവിടെ നിന്ന് ധാരാളം ആളുകൾ ഇങ്ങനെ പോകുന്നുണ്ട്. അതിന് അവരെ കൊണ്ടുപോകുന്നതിനുള്ള സംവിധാനങ്ങൾ നടക്കുന്നുണ്ട്. പലപ്പോഴും ഈ വിദേശത്തൊക്കെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്കൊക്കെ പോകുന്ന ആളുകൾ ഒരുപക്ഷെ അവിടെ തന്നെ തുടരുന്ന, യൂറോപ്പിലൊക്കെ പോകുന്ന ആളുകൾ അവിടെ തന്നെ തുടരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളും ഈ തരത്തിലുണ്ടായിട്ടുണ്ട്. നേരത്തെ നാലാഞ്ചിറയിലെ ഒരു ഏജൻസി വഴി പോയതിൽ ഏതാണ്ട് 10ഓളം പേർ തന്നെ മടങ്ങി വരാതെ പോയ സാഹചര്യമുണ്ട്. ഇതിൽ രണ്ട് കാര്യമാണ്. ഒന്നത്, തീർത്ഥാടനത്തിന് പോകുമ്പോൾ അതിന് വരുന്ന ചെലവ് മറ്റ് സാധാരണ നിലയിൽ നമ്മൾ പോകുന്ന വിസയുടെയോ മറ്റ് ചെലവുകളോ അത്രയും വരില്ല. ഇതിന് പ്രത്യേക പരിഗണന ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ തുകയ്ക്ക് അവിടെ എത്താൻ കഴിയും. അവിടെ എത്തുമ്പോൾ ബന്ധുക്കൾ അവിടെ ഉണ്ടാകും. ഇങ്ങനെ അവിടെ എത്തുന്ന ആളുകൾ പലപ്പോഴും കുടിയേറ്റക്കാരായി അവിടെ തുടരാനുള്ള സാധ്യത, പിന്നീട് അവർക്ക് അവിടെ പൗരത്വമടക്കമുള്ള കാര്യങ്ങൾ നേടുന്ന പശ്ചാത്തലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഏതായിരുന്നാലും ഇവർ തൊഴിൽ തേടി പോയതാണ്. അവിടെ ന്യായമായ ഒരു കൂലിക്ക് വലിയ തുകയ്ക്കുള്ള വേതനം കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി അവർ ഇവിടെ നിന്ന് പോയതാണ്. 4 പേർ ഇവിടെ നിന്ന് പോയി. തിരുവനന്തപുരം സ്വദേശികളായ 4 പേർ ഇവിടെ നിന്ന് പോയി എന്നാണ് അവർ വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല മറ്റിടങ്ങളിൽ നിന്നുള്ള ആളുകളുമുണ്ട്. ജോർദാനിലെത്തിച്ച് അവിടെ നിന്ന് ഇവരെ ഇസ്രായേലിലേക്ക് കടത്തിവിടുകയായിരുന്നു. സ്വാഭാവികമായും നമുക്കറിയാം, ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ അല്ലെങ്കിൽ പലസ്തീൻ ഇസ്രായേൽ തർക്കവും അവിടെ നടന്ന ഇപ്പോൾ ഈ സമീപകാലത്ത് നടന്ന രക്തദൂഷിതമായ പോരാട്ടം, ആ ഒരു നിലയ്ക്കുള്ള രാഷ്ട്രീയ കാലാവസ്ഥ കൂടി നിലനിൽക്കുമ്പോഴാണ് ഇങ്ങനെ ആളുകളെ അവിടേക്ക് കടത്തിവിടുന്നത്, മറ്റൊരു തരത്തിൽ ജോലിക്കായി അവിടേക്ക് കടത്തിവിടുന്നത്. ഒരുപക്ഷെ ഇതിന്റെ ഒരു അപകടാവസ്ഥ അറിയാതെയായിരിക്കും ആളുകൾ അതിർത്തി കടക്കാനൊക്കെ ശ്രമിക്കുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരാൾക്ക് വെടിയേറ്റു. അദ്ദേഹം നാട്ടിലെത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് നമ്മളോട് സംസാരിച്ചത്. മറ്റൊരാൾ അവിടെ കൊല്ലപ്പെട്ടു എന്ന വിവരം വരുന്നുണ്ട്. അത് സംബന്ധിച്ചൊരു മെയിലാണ് ഇവർക്ക് അറിയിപ്പായി വന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഇനി കൂടുതൽ നടപടികൾ ഉണ്ടാകണം. കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും അടക്കം ഇടപെടലുകൾ ഇതിലുണ്ടാകും.